ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇത് തന്നെയല്ലേ ഇത്രയും ദിവസം കോൺഗ്രസ് നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത്? മനഃപൂർവ്വം ഷാഫിക്ക് നേരെ പ്രകോപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഷാഫിയുമായി 2-3 പോലീസുകാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പുറകിൽ നിന്ന് ഏന്തി വലിഞ്ഞാണ് ഷാഫിയുടെ തലയ്ക്ക് ആ ലാത്തി കൊണ്ട് അടിച്ചത്. അപ്പോൾ അത് സമ്മതിക്കുകയാണ് SP. ആര്യ, തീർച്ചയായിട്ടും പോലീസിന് പേരാമ്പ്രയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പോലീസിൽ നിന്ന് തന്നെയാണ് ഷാഫിക്ക് മർദ്ദനമേറ്റത് എന്ന് SP തന്നെ, റൂറൽ SP ബൈജു തന്നെ വ്യക്തമാക്കുന്ന ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു ബൈറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് അവിടെ ഒരു ലാത്തി ചാർജ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല, ലാത്തി ചാർജ് നടത്തിയിട്ടില്ല. അത് ബൈജു നേരത്തെയും പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, അതായത് പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ചിലർ മനഃപൂർവ്വം അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ ബൈജു പറയുന്നത്. അത് പോലീസിൽ നിന്നുണ്ടായ വീഴ്ചയാണ് എന്നാണ് സമ്മതിക്കുന്നത്. ഇതോടുകൂടി കോൺഗ്രസ് ഇന്നലെ മുതൽ, UDF ഇന്നലെ മുതൽ ആരോപിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തത വരികയാണ്. പോലീസിൽ നിന്ന് ഷാഫിക്ക് അടിയേറ്റു, അങ്ങനെയാണ് പരിക്കേറ്റത് എന്ന് പറയുന്നു. അതിന് ആ CCTV ദൃശ്യം, ആ ഷാഫിയെ ലാത്തി കൊണ്ട് പിറകിൽ അടിക്കുന്നതിന്റെ CCTV ദൃശ്യം കൂടെ പുറത്തു വന്നതോടുകൂടിയാണ് പോലീസ് കൂടുതൽ സമ്മർദ്ദത്തിലായത് എന്ന് വേണം നമ്മൾ കരുതാൻ. ഇതോടുകൂടി CPM മുൻപോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും പൊളിയുകയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം CPM ആദ്യഘട്ടത്തിൽ തന്നെ ഷാഫിക്ക് പരിക്കേറ്റ് ഷാഫിയെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPM അവിടെ പറഞ്ഞത് ഇതൊരു ഷാഫി ഷോയാണ്, പോലീസിനോട് പ്രകോപിപ്പിക്കാൻ പോയതുകൊണ്ടുണ്ടായ കാര്യമാണ് എന്ന രീതിയിലായിരുന്നു CPM പറഞ്ഞത്. ഇത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് തന്നെ സമ്മതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്ന ഒരു വാചകത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്കുള്ളിൽ നിന്ന് ചിലർ എന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും, അവരാരാണെന്ന് കണ്ടെത്തും, അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കൂടിയാണോ SP സൂചിപ്പിക്കുന്നത്? ഇംതിയാസ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പോലീസിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ, അതല്ലെങ്കിൽ ചിലർ മനഃപൂർവ്വമായിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് വളരെ ക്ലിയർ ആയിട്ട് ഈ ബൈജു പറയുന്ന ഒരു കാര്യം. അതിൽ ഇന്ന് DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നു, ഒരാഴ്ചക്കകം ഇതിൽ നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ, നേരത്തെ DGPക്ക് പരാതി നൽകിയിരുന്നു, ഇതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ റൂറൽ SP ഈ ബൈജുവിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പ്രതിഷേധം നടത്തും. ഇങ്ങനെ ബൈജുവിനെതിരായിട്ട് കോൺഗ്രസ് ഇന്നലെ തന്നെ രംഗത്തുണ്ട്. ഇതിൽ നടപടിയെടുത്തില്ലെങ്കിൽ ബൈജുവിന് വേണ്ട രീതിയിൽ, അതല്ലെങ്കിൽ പ്രതിഷേധവുമായി ബൈജുവിൻ്റെ വീട്ടിൽ അടക്കം പോകുമെന്ന കാര്യങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ SP തന്നെ കുറെ കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു, പക്ഷെ ഞങ്ങളവിടെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില ആളുകൾ അവിടെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അന്വേഷിക്കും, അവരെ കണ്ടെത്തും, അതിനുവേണ്ട എല്ലാവിധ പരിശോധനയും നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കോൺഗ്രസിന് കുറെ കൂടെ മൈലേജ് തരുന്നുണ്ട്, കുറെ കൂടെ മൈലേജ് UDFന് അവിടെ ഉണ്ടാക്കുന്നു എന്നുകൂടെ വേണം നമ്മൾ കരുതാൻ. കാരണം UDF ഇങ്ങനെ ഷാഫിക്ക് പരിക്കേൽക്കുന്നു, ഷാഫിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടുന്നു, ആശുപത്രിയിലാവുന്നു, നേതാക്കളൊക്കെ അവിടെ വന്ന് കാണുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ CPM അതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഷാഫി ഷോ എന്നൊരു വാക്കിലായിരുന്നു CPM അവിടെ പിടിച്ചു നിന്നത്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി തന്നെ ഇന്നലെ പറഞ്ഞു, പോലീസിനോടൊക്കെ മുട്ടാൻ പോകുമ്പോൾ അവിടെ ആ രീതിയിൽ നിൽക്കണം, അങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്, മനോധൈര്യം കാണിക്കണം എന്നുള്ള രൂപത്തിലൊക്കെയാണ് MV ഗോവിന്ദൻ തന്നെ ഇന്നലെ പ്രതികരിച്ചിരുന്നത്. എന്നാൽ അത് പോലീസിന്റെ വീഴ്ചയാണ് എന്ന് പറയുന്നതോടുകൂടി, അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നതോടുകൂടി ഇനി എന്ത് മാർഗമായിരിക്കും CPM സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇതുവരെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രതിരോധങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന്, പാർട്ടി പ്രവർത്തകരിൽ നിന്ന്, സൈബർ അണികളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മഷിക്കുപ്പി മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് തന്നെ, SP തന്നെ സ്ഥിരീകരിക്കുകയാണ്, പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടുണ്ട്, തലയ്ക്ക് ലാത്തി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അത് ഈ ദൃശ്യങ്ങൾ തന്നെ തെളിവാണ്. എന്നാലും ഇപ്പോൾ SP തന്നെ വീഴ്ച സമ്മതിക്കുകയാണ്.